ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തി നിങ്ങൾ ഏത് പ്രതിസന്ധികളിലൂടെയോ പ്രശ്നങ്ങളിലൂടെയോ കടന്നു പോകുന്നുവെങ്കിലും അതിന് പരിഹാരം തരും. ഇത് കേവലം ഒരു ആശ്വസിപ്പിക്കുന്ന വാക്കുകളല്ല, അനേകായിരങ്ങളുടെ അനുഭവമാണ്. എന്തിനാ ആയിരങ്ങൾ? പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അനുഭവങ്ങളാണ് ഈ തിരുവചനം പറയുന്ന എൻ്റെ അനുഭവമാണ്. വചനം മനുഷ്യനെ ആശ്വസിപ്പിക്കും, വചനം മനുഷ്യന് സന്തോഷം നൽകും, വചനം കുനിഞ്ഞിരിക്കുന്ന മനുഷ്യരുടെ മുഖത്തെ പിടിച്ച് ഉയർത്തും. വചനം ക്രിസ്തു തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ വചനമാവുന്ന ക്രിസ്തു നാം ഈ തിരുവചനം ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ദൂരെ ദൂരെ എവിടെയെങ്കിലും ഇരുന്നായിരിക്കാം നിങ്ങളിത് കേൾക്കുന്നതെങ്കിലും ആ വചനം അവിടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ചില വേദനകൾ തുടച്ചു മാറ്റും. നിങ്ങളുടെ ഹൃദയത്തിലുള്ള ചില ആങ്സൈറ്റീസ് കർത്താവ് മാറ്റും, ചില ഭയപ്പാടുകൾ മാറ്റും, നിരാശകൾ മാറ്റും, പ്രശ്നങ്ങൾക്ക് കർത്താവ് പരിഹാരം തരും.